ഓട്ടോ കയറി ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ഡൽഹി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് കൊമേഴ്സ്, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഡൽഹിയിൽ എനിക്ക് BCom പഠിക്കാൻ കിട്ടി. അപ്പോൾ അതിനായിട്ട് ഞാൻ പോവാണ്. ഇതെൻ്റെ അമ്മ, തൊട്ടപ്പുറത്ത് എൻ്റെ നല്ല സുഹൃത്ത് രോഹിത്. അവൻ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് വന്നാ ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴേക്ക് അപ്പോൾ തുടങ്ങി ആറ്റിറ്റ്യൂഡ്. അച്ഛൻ പിന്നെ കുറച്ച് ദിവസം അമ്മേനെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലേക്ക്. ഇത് ഞങ്ങൾ ട്രെയിനിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മ വന്നത്. ഇത് ഏതോ സ്ഥലം, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. എവിടെയാണോ ഞാനോ ചെന്നപ്പോൾ നല്ല കാഴ്ച കണ്ടിങ്ങനെ ഇരിക്കാം. 3 ടയർ AC ബുക്ക് ചെയ്തേ. ഡൽഹിക്ക് വരുമ്പോൾ എന്തായാലും 3 ടയർ AC എങ്കിലും ബുക്ക് ചെയ്യണം. അച്ഛൻ പിന്നെ നല്ല തണുക്കുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ബെക്കാമിൻ്റെ ജേഴ്സി എടുത്ത് ഇട്ടു. ഇതാണ് ഞങ്ങളുടെ ബർത്ത്. ഇപ്പോൾ ആരും ഇല്ല. കണ്ട തലോണിയും പുതപ്പൊക്കെ ഉണ്ട്. കഴുകിയിട്ടുണ്ടാവുമെന്ന് ദൈവത്തിനറിയാം. എടുത്ത് പുതയ്ക്കാൻ. ഇതിപ്പോൾ വൈകിട്ടായപ്പോഴേക്കും ആരും വന്നിട്ടില്ല ഇതുവരെ. പക്ഷേ നല്ല വൃത്തി മെനലൊക്കെ എടുക്കുന്നുണ്ട്. 2ാമത്തെ ദിവസം കേട്ടോ. പിറ്റേ ദിവസം രാവിലെ അപ്പോഴേക്കും ആൾക്കാർ കയറി. മാംഗ്ലൂരിൽ നിന്ന് മുംബൈക്ക് 2 പേര് കയറി. ഇതിപ്പോൾ പിന്നെ മുംബൈ എത്തി. ഇതാണ് എനിക്ക് ഭയങ്കര അടിപൊളി തോന്നിയത്. ഇത് ഏതോ നാസിക്ക അങ്ങോട്ട് പറഞ്ഞ സ്ഥലമുണ്ട് ഏതോ. അതിൻ്റെ ഇടയിൽ എവിടെയോ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി പോണ്. ഫുള്ള് കാടാ. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. മുമ്പ് നാഷണൽസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഉള്ള അനുഭവം ഉണ്ട്. അത് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 3 ടയർ AC ബുക്ക് ചെയ്തത്. കണ്ട നോക്ക്, ഇതാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ അവസ്ഥ. അയ്യോ ചത്തില്ല എന്നുള്ളൂ. ഒറ്റ ടിക്കറ്റ് എടുത്തുണ്ടാവില്ല. എല്ലാവരും ഇടിച്ച് കയറി. സാധാരണ സ്ലീപ്പറിലാണ് കയറാറ്. ഇപ്പം നോക്കിയേ, AC അടക്കം കുത്തി കയറി. ടിക്കറ്റ് എടുത്താൽ ഞങ്ങൾ ആരായി? ഞാനും എൻ്റെ അപ്പുറത്തുള്ള ചേട്ടനും കൂടി 139 വിളിച്ച് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എല്ലാവരെയും പുറത്താക്കി കിട്ടിയിട്ട് അപ്പോഴാണ് എത്തിയിട്ട് സമാധാനമായി. എൻ്റെ ദൈവമേ.